നമസ്കാരം. ഇന്ന് കൊല്ലം നാട്ടുമൊഴിയുടെ പരിപാടി കായംകുളം ചിറക്കടവ് നടയിൽ കണ്ണമ്പള്ളി ഭദ്ര ക്ഷേത്രത്തിലായിരുന്നു. ഇവിടെ പൊതുവെ ആലപ്പുഴ ജില്ലയിൽ കായംകുളം പ്രദേശത്തൊക്കെ തന്നെയും മൈക്ക് സാങ്ഷൻ 10 മണി വരെ എന്നോണം തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യം 10 മണിയായപ്പോൾ നിയമപാലകർ നമ്മളോട് വന്ന് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ പറഞ്ഞെങ്കിലും സംഘാടകർ അതിന് തയ്യാറാകാതിരിക്കുകയും മൈക്കും ശബ്ദവും പ്രകാശവും ഇല്ലാതെ തന്നെ ഈ പരിപാടി ഇവിടെ 2 പാട്ടെങ്കിലും കൂടുതൽ പാടണമെന്ന് സംഘാടകർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ അകാരണമായി ഒരു കാരണവുമില്ലാതെ പോലീസുകാർ ഒരു പറ്റം പോലീസുകാർ, സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അടക്കം നിരവധിയായ പോലീസുകാർ ഈ വേദിയിലേക്ക് കടന്നു വരികയും കലാകാരന്മാരെ അടക്കം സൗണ്ട് ലൈറ്റ് ടെക്നീഷ്യൻസിനെ ഉൾപ്പെടെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ അകാരണമായി ഞങ്ങളെ സംരക്ഷിക്കാൻ ക്ഷേത്ര സംഘാടക സമിതി തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ പോലീസുകാർ ഞങ്ങളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ഒരു കലാകാരനും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായും ഈ പ്രതിഷേധം കേരളക്കരയാകെ എല്ലാ നാടൻ പാട്ട് കലാസംഘങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ ഉൾപ്പെടുന്ന സംഘടനയായ നാട്ടുകലാകാരം ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നോട്ട് വരണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പോലീസുകാർ കാണിച്ച ക്രൂരതകളാണ്. പെണ്ണുങ്ങളെ ഉൾപ്പെടെയാണ്, പെൺപിള്ളാരെ ഉൾപ്പെടെയാണ് ഇവിടെ വന്ന് ആക്രമിച്ചിരിക്കുന്നത്. അധികാരികൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മുമ്പ് 12 മണി വരെ ഉണ്ടായിരുന്ന പ്രോഗ്രാം ഇപ്പോൾ 10 മണി വരെ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ 12 മണി വരെ നിങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ താല്പര്യമില്ലാണ്ടാണോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നാട്ടുകാരും അമ്പല കമ്മിറ്റിക്കാരും എല്ലാവരും നോക്കി നിൽക്കുകയാണ്. പ്രോഗ്രാം ചെയ്യാൻ വന്നവരായാലും പാടാൻ വന്നവരായാലും ചെണ്ടമേളക്കാരായാലും എല്ലാവരെയും പോലീസുകാർ മർദ്ദിച്ചത്. അമ്പല കമ്മിറ്റിക്കാർക്ക് പ്രോഗ്രാം ചെയ്യാൻ വരുന്നവരെ സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത്? അവരെ വിളിച്ചു വരുത്തിയത്, അടി മേടിച്ചു കൊടുത്തത് എന്തിനാണ്? ഇപ്പം മിക്കയിടത്തും നടക്കുന്ന സംഭവമാണ് അധികാരികൾ 10 മണി വരെ പ്രോഗ്രാം വയ്ക്കാവുള്ളൂ എന്നൊരു നിയമം. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.